Hello my dear students, welcome to Learner's World. In this video, I talk about night walkers and mystery mongers, sense and nonsense at the edge of science, written by Carl Sagan, part 3. In the past 100 years, science has emerged as the primary means of penetrating the secrets of universe. അതായത് കഴിഞ്ഞ 100 വർഷമായിട്ട് പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളിലൊക്കെ ചൂഴ്ന്നിറങ്ങാനുള്ള ഒരു ഉപാധിയായി സയൻസ് മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. സോ ദ പ്രസൻറ്റ് ബാംബൂസിൽസ് വിൽ ഹാവ് എ സയൻറ്റിഫിക് റിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രസൻറ്റ് ബാംബൂസിൽസ്, അതായത് ഇന്ന് നടക്കുന്ന, അതായത് ഇപ്പോഴത്തെ ചതികളും കുതന്ത്രങ്ങളും ഒക്കെ അതിനൊക്കെ എന്തുണ്ട്, ഒരു സയൻറ്റിഫിക് റിങ്, ഒരു സയൻറ്റിഫിക് ടച്ച്, ഒരു സയൻറ്റിഫിക് മണമുണ്ട് എന്നാണ് പറയുന്നത്. വിത്തിൻ ദ ലാസ്റ്റ് സെഞ്ച്വറി മെനി ക്ലെയിംസ് ഹാവ് ബീൻ മെയ്ഡ് അറ്റ് ദ എഡ്ജ് ഓർ ബോർഡർ ഓഫ് സയൻസ് വിച്ച് എക്സൈറ്റ് പോപ്പുലർ ഇൻട്രസ്റ്റ്. അപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമുക്ക് കാണാൻ കഴിയും, അതായത് സയൻസിൻ്റെ ആ ഒരു ബോർഡറിൽ നിന്നുകൊണ്ട് ഒരുപാട് അവകാശവാദങ്ങൾ ഉന്നയിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പീപ്പിൾ സെഡ് വി ഹാവ് വാസ്റ്റ് അൺടാപ്ഡ് പവേഴ്സ്, അൺസീൻ ഫോഴ്സസ് ആർ എബൌട്ട് ടു സേവ് us ഫ്രം ourselves. There is a still unacknowledged pattern and harmony to the universe, etc. അപ്പോൾ ആ ഒരു അവകാശവാദങ്ങൾക്ക് നമുക്കൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. പീപ്പിൾ സെഡ് വി ഹാവ് വാസ്റ്റ് അൺടാപ്ഡ് പവേഴ്സ്. അതായത് ആളുകളൊക്കെ പറയും, മനുഷ്യരിൽ ധാരാളം പവർ, ശക്തി ഉണ്ടെന്ന് പറയും. അതുപോലെ അൺസീൻ ഫോഴ്സസ് ആർ എബൌട്ട് ടു സേവ് us ഫ്രം ourselves. അതുപോലെ നമ്മളുടെ ഭൂമിക്ക് പുറമേയുള്ള ശക്തികളൊക്കെ നമ്മളെ രക്ഷിക്കാൻ വരുമെന്നും, അതുപോലെ ദർ ഈസ് എ സ്റ്റിൽ അൺഅക്നോളജ്ഡ് പാറ്റേൺ ആൻഡ് ഹാർമണി ടു ദ യൂണിവേഴ്സ്, എക്സെട്ര. അതുപോലെ നമ്മളുടെ ഈ ഒരു യൂണിവേഴ്സിൽ, പ്രപഞ്ചത്തിൽ അൺഅക്നോളജ്ഡ് ആയിട്ടുള്ള, അതായത് അറിയപ്പെടാതെ പോകുന്ന ഒരു ഹാർമണി, അതായത് ഒരു ഒത്തൊരുമയുണ്ടെന്നും ഒക്കെയാണ് ഇവർ ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ എന്നാണ് പറയുന്നത്. സയൻസ് ഡസ് സംടൈംസ് മേക്ക് സച്ച് ക്ലെയിംസ്. അപ്പോൾ ചില സമയത്തൊക്കെ സയൻസും അത്തരം അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ റിയലൈസേഷൻ ദാറ്റ് ദ hereditary information we pass from generation to generation is encoded in a single long molecular called DNA, in the discovery of universal gravitation, in continental drift, in the tapping of nuclear energy, in the search on the origin of life or the early history of the universe. അപ്പോൾ ചില സമയത്ത് സയൻസും ഇതുപോലെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുന്നുണ്ട്. അതായത് ഹെറിഡിറ്ററി ഇൻഫോർമേഷൻ we pass from generation to generation is encoded in a single long molecular called DNA. അതായത് ജനറേഷൻ ടു ജനറേഷൻ, അതായത് ഒരു തലമുറയിൽ നിന്നും മറ്റുള്ള ഒരു തലമുറയിലേക്ക്, അതായത് ഒരൊറ്റ DNA എന്ന് വിളിക്കുന്ന ഒരു മോളിക്യൂളിലൂടെയാണ് ഈ വിവരങ്ങളൊക്കെ കൈമാറുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ ഇൻ ദ ഡിസ്കവറി ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ, അതുപോലെ പ്രപഞ്ചത്തിൽ ഒരു ആകർഷണ ശക്തി ഉണ്ടെന്ന് സയൻസ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ ഇൻ കണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ്, അതുപോലെ ഭൂഖണ്ഡങ്ങളുടെ ചലനങ്ങൾ സംഭവിക്കുന്നു എന്നുമൊക്കെ സയൻസ് അവകാശപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇൻ ദ ടാപ്പിംഗ് ഓഫ് ന്യൂക്ലിയർ എനർജി, ഇൻ ദ സെർച്ച് ഓൺ ദ ഒറിജിൻ ഓഫ് ലൈഫ് ഓർ ദ ഏർലി ഹിസ്റ്ററി ഓഫ് ദ യൂണിവേഴ്സ്. അതുപോലെ തന്നെയാണ് ഇൻ ദ ടാപ്പിംഗ് ഓഫ് ന്യൂക്ലിയർ എനർജി, അതായത് നമ്മൾ ന്യൂക്ലിയർ എനർജി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഇൻ ദ സെർച്ച് ഓൺ ദ ഒറിജിൻ ഓഫ് ലൈഫ് ഓർ ദ ഏർലി ഹിസ്റ്ററി ഓഫ് ദ യൂണിവേഴ്സ്. അതുപോലെ നമ്മൾ ജീവൻ്റെ തുടക്കവും, അതുപോലെ ഒറിജിൻ ഓഫ് ലൈഫ് ആൻഡ് പ്രപഞ്ചത്തിൻ്റെ ആദ്യകാല ചരിത്രമൊക്കെ നമ്മൾ തേടി പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. So, if some additional claim is made, like it is possible to float in the air unaided by a special effort of the will, what is so different about that?
അപ്പോൾ ഇതിൽ പറയുന്നത് സോ ഇഫ് സം അഡീഷണൽ ക്ലെയിം ഇസ് മെയ്ഡ്, അതായത് കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കെ ഇറ്റ് ഈസ് പോസിബിൾ ടു ഫ്ലോട്ട് ഇൻ ദ എയർ അൺഎയ്ഡഡ് ബൈ എ സ്പെഷ്യൽ എഫേർട്ട് ഓഫ് ദ വിൽ, വാട്ട് ഈസ് സോ ഡിഫറെൻറ്റ് അബൌട്ട് ദാറ്റ്. അതായത് മറ്റൊന്നിൻ്റെയും സഹായമില്ലാതെ, അതായത് മനുഷ്യൻ്റെ മനഃശക്തി മാത്രം ഉപയോഗിച്ചിട്ട് ആകാശത്ത് പറന്ന് നടക്കാമെന്ന് പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ എന്താണ് ഇത്ര അതിശയം എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് സോ ഡിഫറെൻറ്റ് അബൌട്ട് ദാറ്റ്, എന്താണ് ഇപ്പോൾ അതിൽ ഇത്ര അതിശയം എന്നാണ് ചോദിക്കുന്നത്. നത്തിങ് എക്സെപ്റ്റ് ഫോർ ദ മാറ്റർ ഓഫ് പ്രൂഫ്. അപ്പോൾ അതിൽ അതിശയമൊന്നുമില്ല എക്സെപ്റ്റ് ഫോർ ദ മാറ്റർ ഓഫ് പ്രൂഫ്, പക്ഷേ അതിന് വലിയ തെളിവൊന്നുമില്ല എന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ ഒരുപാട് സയൻസ് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തൊക്കെ, അതായത് ഒരു ജനറേഷൻ ടു ജനറേഷൻ, അതായത് തലമുറകളായിട്ട് ഒരു DNA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളിക്യുലറിലൂടെ മാത്രമാണ് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത് എന്നുള്ളതും, അതുപോലെ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും, കണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ നമ്മൾ ന്യൂക്ലിയർ എനർജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മൾ ലൈഫിൻ്റെ ഒറിജിനെ കുറിച്ചിട്ടും യൂണിവേഴ്സിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ തേടിപ്പോകുന്നു എന്നുള്ള ഒരുപാട് അവകാശവാദങ്ങൾ നമ്മുടെ സയൻസ് ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പുറമെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് മറ്റൊന്നിൻ്റെയും സഹായമില്ലാതെ, അതായത് ഒരു മനുഷ്യൻ്റെ മനഃശക്തി മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ആകാശത്തിലൂടെ ഇങ്ങനെ പറന്ന് നടക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട് അതിൽ ഇത്ര അതിശയം എന്തിരിക്കുന്നു എന്നുള്ളത്. അതിൽ ഇത്ര അതിശയമൊന്നുമില്ല, പക്ഷേ അതിനൊരു തെളിവും ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഒരു സഹായമില്ലാതെ, മറ്റൊന്നിൻ്റെയും സഹായമില്ലാതെ മനഃശക്തി മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ആകാശത്തിലൂടെ പറന്ന് നടക്കുക എന്നുള്ളതിന് തെളിവൊന്നുമില്ല എന്നാണ് പറയുന്നത്. Many theories about levitation have been made, but nobody has seen anybody rising 50 feet into the air under normal condition. അതായത് മെനി തിയറീസ്, അതായത് കുറേ സിദ്ധാന്തങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെ ആകാശത്തിലൂടെ പറക്കുന്നതിനെ കുറിച്ചിട്ട് ഒരുപാട് തിയറീസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു നോർമൽ കണ്ടീഷന്, സാധാരണ അവസ്ഥയിൽ ആരും ഇങ്ങനെ ആകാശത്തിലൂടെ പറന്നുയരുന്നതായിട്ട് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഇഫ് ലെവിറ്റേഷൻ വെർ പോസിബിൾ, ഇറ്റ്സ് സയൻറ്റിഫിക് ആൻഡ് ഹ്യൂമൻ ഇംപ്ലിക്കേഷൻസ് വുഡ് ബി എനോമസ്. ഇനി എങ്ങാനും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ആകാശത്തിലൂടെ മനുഷ്യന്മാരിങ്ങനെ പറന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിൻ്റെ ഇൻഫ്ലുവൻസോട് കൂടിയിട്ടാണ്, അതായത് സയൻറ്റിഫിക് ആൻഡ് ഹ്യൂമൻ ഇംപ്ലിക്കേഷൻസ് അതിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് പരമായിട്ടുള്ള ഇൻഫ്ലുവൻസും അതുപോലെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻഫ്ലുവൻസും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള ഹെൽപ്പും അതുപോലെ ഹ്യൂമൻ ഹെൽപ്പൊക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് അങ്ങനെ പ്രപഞ്ചത്തിലൂടെ, ആകാശത്തിലൂടെ നമുക്ക് പറന്നുയർന്ന് നടക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. പ്ലേയിങ് ഫാസ്റ്റ് ആൻഡ് ലൂസ് വിത്ത് ദ ട്രൂത്ത് ഈസ് എ വെരി സീരിയസ് മാറ്റർ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ട്രൂത്ത് വെച്ചിട്ട് നമ്മൾ തമാശ കളിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സത്യം കൊണ്ട് ഇങ്ങനെ തമാശ കളിക്കുന്നത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള മാറ്ററാണെന്നാണ് പറയുന്നത്. ദെൻ one of the most striking instances of extrasensory perception is the precognitive experience. പിന്നീട് പറയുന്നത് പ്രീകോഗ്നിറ്റീവ് എക്സ്പീരിയൻസസിനെ കുറിച്ചിട്ടാണ്. അതായത് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത് പ്രീകോഗ്നിറ്റീവ് എക്സ്പീരിയൻസ് ആണ്. അതായത് മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവാണ് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then this is when a person has a foreknowledge of an imminent disaster like the death of a loved one. അതായത് ഇതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത് കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള ഒരു കഴിവിനെയാണ് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത്. പ്രീ കോഗ്നിറ്റീവ് എക്സ്പീരിയൻസിനെയാണ് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. This is when a person has a foreknowledge of an imminent disaster like the death of a loved one.
അതായത് ഈ ഒരു എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ നടക്കുന്നത്, അതായത് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് മരണം സംഭവിക്കുന്ന തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി അറിയുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചതായിട്ട് നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയുക. ഈ ഒരു കഴിവിനെയൊക്കെയാണ് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ദോസ് ഹു ഹാവ് ഹാഡ് സച്ച് എക്സ്പീരിയൻസ് റിപ്പോർട്ട് സം കൈൻഡ് ഓഫ് ഇമോഷണൽ ഇൻറ്റൻസിറ്റി ആൻഡ് എ സെൻസ് ഓഫ് കോണ്ടാക്ട് വിത്ത് അനദർ റിലം ഓഫ് റിയാലിറ്റി. അതായത് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ നമുക്ക് ഒരു മുൻകൂട്ടി നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് എന്തൊക്കെയോ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്ന അങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഒക്കെ റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു മുൻകൂട്ടി അറിയുന്ന ആ ഒരു വ്യക്തി ഭയങ്കര ഇൻറ്റൻസിറ്റി ഓഫ് ഇമോഷനായിരിക്കും. അതായത് അയാൾ വിക്ഷോഭകനായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രത്യേക റിയാലിറ്റിയിൽ അവർ നിൽക്കുന്നത് പോലെയൊക്കെ അവർക്ക് തോന്നുമെന്നാണ് പറയുന്നത്. I had such an experience many years ago. I woke in the dead of night in a cold sweat. അപ്പോൾ കാൾസഗാൻ പറയാണ്, എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പാതിരാത്രി ഇങ്ങനെ എഴുന്നേറ്റ സമയത്ത് എൻ്റെ ഒരു ബന്ധു മരിച്ചതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ട് ഞാൻ നെട്ടി എഴുന്നേൽക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഐ ഹാഡ് നോളജ് അബൌട്ട് ദ ഡെത്ത് ഓഫ് എ ക്ലോസ് റിലേറ്റീവ് ഹു ഡൈഡ് സഡൻലി. അതായത് കാൾസഗാൻ പറയാണ്, എനിക്കിങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് എനിക്ക് സ്വപ്നത്തിൽ എൻ്റെ ഒരു ക്ലോസ് റിലേറ്റീവ് മരിച്ചതായിട്ട് ഞാൻ സ്വപ്നം കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. I was worried even to make a phone call to verify the truth of it. ആ സമയത്ത് ഞാൻ ആ ഒരു സ്വപ്നം കണ്ടെത്തി ഞാൻ വേർത്ത് വിളിച്ച് ഞാൻ നെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ആ ഒരു റിലേറ്റീവിനെ ഫോൺ ചെയ്യാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻഫാക്ട് ദ റിലേറ്റീവ് ഇസ് അലൈവ് ആൻഡ് വെൽ, മൈ ഫോർനോളജ് പ്രൂവ്ഡ് റോങ്. പക്ഷേ ഇപ്പോൾ എന്താണ്, എൻ്റെ ആ റിലേറ്റീവ് ജീവിച്ചിരിക്കുന്നുണ്ട്, അയാൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ ആ ഒരു മുൻവിധി, അതായത് എൻ്റെ ആ ഒരു മുൻവിധി എന്താണ്, തെറ്റായി പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതേ ഇപ്പോഴും ആ ഒരു ക്ലോസ് റിലേറ്റീവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സപ്പോസ് ദ റിലേറ്റീവ് ഹാഡ് ഡൈഡ് ദാറ്റ് നൈറ്റ്. അതായത് എൻ്റെ ആ ഒരു റിലേറ്റീവ് ആ ഒരു നൈറ്റിൽ തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ, ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ടു കൺവിൻസ് മീ ദാറ്റ് ഇറ്റ് വാസ് എ കോയിൻസിഡൻസ്. അപ്പോൾ അതൊരു കോയിൻസിഡൻസ് ആണ് എന്നുള്ളത് എന്നെ മറ്റുള്ളവർ ബോധ്യപ്പെടുത്തിയാൽ എനിക്കത് വിശ്വാസമാകുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഞാൻ അങ്ങനെ സ്വപ്നത്തിൽ കണ്ടു എൻ്റെ റിലേറ്റീവും അങ്ങനെ മരിച്ചതായിട്ട്. ആ ഒരു രാത്രി തന്നെ എൻ്റെ റിലേറ്റീവ് മരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് എന്നെ അതൊരു കോയിൻസിഡൻസ് ആണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ കാൾസഗാൻ പറയുന്നത്. ഈച്ച് അമേരിക്കൻ ഹാസ് സച്ച് പ്രിമോണിറ്ററി എക്സ്പീരിയൻസ് എ ഫ്യൂ ടൈംസ് ഇൻ ഹിസ് ലൈഫ് ടൈം. അപ്പോൾ അദ്ദേഹം പറയാണ്, എല്ലാ അമേരിക്കക്കാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് റയർ ദാറ്റ് എ പേഴ്സൺ ഡ്രീംസ് ഓഫ് എ ഡിസാസ്റ്റർ ആൻഡ് ദെൻ ഇമ്മീഡിയറ്റ്ലി ഇറ്റ് ഹാപ്പൻസ്. അതായത് പക്ഷേ ഇങ്ങനെ സ്വപ്നങ്ങൾ നമ്മൾ കാണും, പക്ഷെ അത് റിയൽ ലൈഫിൽ ആ ഒരു ദുരന്ത സ്വപ്നം റിയൽ ലൈഫിൽ സംഭവിക്കുന്നത് വളരെ റയറാണ്, വളരെ അപൂർവമാണെന്നാണ് പറയുന്നത്. I did not write a letter of my experience to an institute of parapsychology because it did not materialize. അപ്പോൾ നമ്മളുടെ കാൾസഗാൻ പറയാണ്, I did not write a letter of my experience to an institute of parapsychology because it did not materialize. അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഉണ്ടായിട്ടുണ്ട്, അതായത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ ഒരു സംഭവത്തെ പറ്റി ഞാൻ പാരാസൈക്കോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒരു ലെറ്ററും ഞാൻ എഴുതില്ല എന്നാണ് പറയുന്നത്. ഇഫ് മൈ ഡ്രീം ഹാഡ് കം ട്രൂ, സച്ച് എ ലെറ്റർ വുഡ് ഹാവ് ബീൻ ടേക്കൺ ആസ് എവിഡൻസ് ഓഫ് പ്രീ റെക്കഗ്നിഷൻ. അതായത് ഞാൻ ആ ഒരു കണ്ട സ്വപ്നം അത് റിയൽ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ആ ഒരു പാരാസൈക്കോളജിയിലേക്ക് എനിക്കൊരു എഴുതാമായിരുന്നു, ആ ദുരന്തത്തെ പറ്റിയുള്ള
ഒരു മുൻകൂർ അറിവ് എനിക്ക് കിട്ടിയിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു തെളിവാകുമായിരുന്നു ആ ഒരു ലെറ്റർ എന്നാണ് പറയുന്നത്. ദ ഹിറ്റ്സ് ആർ റെക്കോർഡഡ് ബട്ട് ദ മിസ്സസ് ആർ നോട്ട്. പിന്നെ അദ്ദേഹം പറയാണ്, അതായത് നടക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കും, നടക്കാത്തത് എഴുതി വെക്കാറില്ല എന്നാണ് പറയുന്നത്. ദസ് ഹ്യൂമൻ നേച്ചർ പ്രൊഡ്യൂസസ് ബയാസ്ഡ് റിപ്പോർട്ടിംഗ്. അതായത് മനുഷ്യർ എപ്പോഴും മുൻവിധിയോടെയാണ് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രീകോഗ്നിറ്റീവ് ഡ്രീംസ് ആർ ടിപ്പിക്കൽ ഓഫ് ക്ലെയിംസ് മെയ്ഡ് ഓൺ ദ ബൗണ്ടറി ഓഫ് ഓർ എഡ്ജ് ഓഫ് സയൻസ്. അതായത് ഈ ഒരു പ്രീകോഗ്നിറ്റീവ് ഡ്രീംസ് എന്ന് പറയുന്നത് സയൻസിൻ്റെ ബൗണ്ടറിയിൽ, അതായത് വക്കത്ത് നിന്ന് കണ്ടുള്ള വാദങ്ങളിൽ നിന്നുള്ള ഒന്നാണ് ഈ ഒരു പ്രീകോഗ്നിറ്റീവ് ഡ്രീംസ് എന്നാണ് പറയുന്നത്. അതായത് സയൻസ് ഉന്നയിക്കുന്ന അവകാശവാദങ്ങളിൽ ഒന്നാണ് പ്രീകോഗ്നിറ്റീവ് ഡ്രീംസ് എന്നാണ് പറയുന്നത്. സംബഡി മേക്സ് ആൻ അമേസിങ്, എക്സ്ട്രാഓർഡിനറി, മാർവലസ് ഓർ ഓസം അസേർഷൻ. അതായത് ഒരാളൊരു അസാധാരണമായിട്ടുള്ള, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള, അതുപോലെ അമേസിങ്, അതിശയകരമായിട്ടുള്ള, അതുപോലെ പേടിപ്പെടുത്തുന്ന ഒരു അവകാശവാദം ഉന്നയിക്കുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് സർവൈസ് ദ സ്ക്രൂട്ടനി ഓഫ് ലേ പീപ്പിൾ. പക്ഷേ ഈ ഒരു അവകാശവാദം, അതായത് ഒരാൾ അമേസിങ് ആയിട്ടുള്ള, അസാധാരണമായിട്ടുള്ള ഒരു അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് ആര് മാത്രമേ വിശ്വസിക്കുള്ളൂ? അതായത് ലേ പീപ്പിൾസ്, സാധാരണ ജനങ്ങൾ മാത്രമേ അത് അവകാശവാദം വിശ്വസിക്കുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ സം സെലിബ്രിറ്റീസ് ആൻഡ് സയൻറ്റിസ്റ്റ് മേ ഓൾസോ സ്റ്റഡി ഇറ്റ്. പക്ഷേ സെലിബ്രിറ്റീസും സയൻറ്റിസ്റ്റും ഒക്കെ എന്താണ് ചെയ്യുന്നത്? അതിനെക്കുറിച്ചിട്ട് സ്റ്റഡി നടത്തുമെന്നാണ് പറയുന്നത്. ദ മോസ്റ്റ് കോമൺ എക്സ്പ്ലനേഷൻസ് ആർ ഓഫ് ടു സോർട്സ്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ഈ ഒരു എക്സ്പ്ലനേഷൻസ് രണ്ട് രീതിയിലുണ്ട് എന്നാണ് പറയുന്നത്. രണ്ട് രീതിയിൽ വിശദീകരണങ്ങളാണ് ഇവിടെ ഉള്ളത്. വൺ ഈസ് കോൺഷ്യസ് ഫ്രോഡ് യൂഷ്വലി ബൈ ദോസ് വിത്ത് എ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ്. ഒന്നെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട്, അതായത് ധനലാഭത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കോൺഷ്യസ് ആയിട്ടുള്ള ഫ്രോഡുകൾ, അതായത് അവർ മനഃപൂർവ്വം ചതിക്കപ്പെടുന്നത് ആണ് ഒന്ന്. അതായത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ കാൾസഗാൻ്റെ നൈറ്റ് വാക്കേഴ്സ് ആൻഡ് മിസ്റ്ററി മോങ്കേഴ്സ് എന്ന് പറയുന്ന ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അലക്സാണ്ടർ ഫബോണ്ടിക്കസിനെ കുറിച്ചിട്ടൊക്കെ. അയാൾ നടത്തുന്ന ചതികളും കുതന്ത്രങ്ങളൊക്കെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത്, വിശദീകരണത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് കോൺഷ്യസ് ഫ്രോഡാണ്. അതായത് അവർ ധനലാഭത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന, മനഃപൂർവ്വം ചെയ്യുന്ന ചതിക്കലുകൾ ആണോ, കുതന്ത്രങ്ങളൊക്കെയാണോ ഒരു പാർട്ട്. ദെൻ രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് those who accept the phenomena are cheated. The other explanation requires deeper study which is beyond us. Here we cheat ourselves. രണ്ടാമത്തെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഡീപ്പർ സ്റ്റഡിയാണ്. ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഡീപ്പറായിട്ട് പഠനം നടത്തുക. പക്ഷേ അതിനൊന്നും നമ്മൾ തയ്യാറല്ല എന്നാണ് പറയുന്നത്. ഹിയർ വി ചീറ്റ് അവർ സെൽസ്. അങ്ങനെ നമ്മൾ ആ ഒരു ഡീപ്പർ സ്റ്റഡിക്ക് തയ്യാറല്ലാത്തടത്തോളം കാലം നമ്മളെ തന്നെയാണ് നമ്മൾ ചീറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. Okay, I conclude here. I will discuss the remaining parts of the prose, Nightwalkers and Mystery Mongers, Sense and Nonsense at the Edge of Science in our upcoming videos. Thank you for watching our video. If you are interested, please subscribe, comment, share, like. Thank you.